നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വ്യത്യസ്തമായത് എഴുതുക. താഴെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഒന്ന് വ്യത്യസ്തമായിരിക്കും, അത് കണ്ടെത്തുകയാണ് നമ്മുടെ ജോലി. ഇവിടെ നമുക്ക് ഓപ്ഷൻ നോക്കാം. ട്രിവാൻഡ്രം, കണ്ണൂർ, മൂന്നാർ, കൊല്ലം അല്ലേ. അതായത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. അതിൽ ഒരു ഓപ്ഷൻ മാത്രം മറ്റുള്ള 3 ഓപ്ഷന് കമ്പയർ ചെയ്യുമ്പോൾ വേറെ കാറ്റഗറിയിലോ അല്ലെങ്കിൽ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതോ ആയിരിക്കും. അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ട്രിവാൻഡ്രം നമുക്ക് ഒരു ജില്ലയാണ്, കണ്ണൂർ ഒരു ജില്ലയാണ്, കൊല്ലം ഒരു ജില്ലയാണ്. എന്നാൽ മൂന്നാർ ഒരു ജില്ലയാണോ? അല്ല. അപ്പോൾ നമ്മുടെ ശരിയായ ഉത്തരം എന്തായിരിക്കും? മൂന്നാറായിരിക്കും. ഓക്കെ ആണല്ലോ. നമുക്കെന്താ കണ്ടെത്തേണ്ടത്? വ്യത്യസ്തമായി കണ്ടെത്തുക. 4 ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ഒരു ഓപ്ഷൻ മറ്റുള്ള 3 ഓപ്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകും. ഒന്നുകിൽ ആ 3 ഓപ്ഷൻ ഒരു കാറ്റഗറിയിലായിരിക്കും, അല്ലെങ്കിൽ ആ 3 ഓപ്ഷൻ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു 4ാമത്തെ ഓപ്ഷൻ എന്താണ്, അതിൽ തമ്മിൽ വ്യത്യസ്തമായിരിക്കും. അതാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഇത് നമുക്ക് സിമ്പിളായിരുന്നു. ട്രിവാൻഡ്രം നമുക്കറിയാം ഒരു സ്ഥലത്തിൻ്റെ പേരാണ്, എന്നാൽ അതൊരു ജില്ലയാണ്. കണ്ണൂർ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്, എന്നാൽ അതൊരു ജില്ലയാണ്. കൊല്ലം എന്താണ്, ഒരു സ്ഥലത്തിൻ്റെ പേരാണ്, അതൊരു ജില്ലയാണ്. എന്നാൽ മൂന്നാർ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്, എന്താണ്, ജില്ലയല്ല. അപ്പോൾ നമുക്ക് ശരിയായ ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു നിശ്ചിത കോഡ് ഭാഷയിൽ മലപ്പുറം എന്നത് ഒരു കോഡ് ഭാഷയിൽ എഴുതിയിരിക്കുന്നു. ആ കോഡ് ഭാഷ ഉപയോഗിച്ച് കാസർഗോഡ് എന്നുള്ളത് എങ്ങനെ എഴുതാം എന്നാണ് ചോദ്യം. ചോദ്യം ഇത്രേ ഉള്ളൂ. ഈ മലപ്പുറം എന്ന വാക്ക് ഒരു റിലേഷൻ ഉപയോഗിച്ച് ഒരു കോഡ് അവർ രൂപീകരിച്ചിട്ടുണ്ട്. അതേ സെയിം റിലേഷൻ ഉപയോഗിച്ചിട്ട് ഈ കാസർഗോഡിനെ എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചോദ്യം ഓക്കെ ആണല്ലോ. നമുക്ക് ഉത്തരത്തിലെത്താം. എം എന്നത് എന്നിലോട്ട് കോഡീകരിച്ചിട്ടുണ്ട്. അതായത് എമ്മിൽ നിന്ന് എന്നിലേക്ക് എത്ര ദൂരമാണ്? ഒരു സ്ഥാനം അവർ മാറ്റിയിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ കെയിൽ നിന്ന് ഒരു സ്ഥാനം മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എത്രയാണ് കിട്ടുക? എൽ കിട്ടും അല്ലേ. സംശയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ബി ഓപ്ഷനും ഡി ഓപ്ഷനും എനിക്ക് ഡിലീറ്റ് ചെയ്യാമല്ലോ. കാരണം കെയിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. എൽ ഓപ്ഷനിൽ തുടങ്ങുന്നത് എയോ സിയോ ഓപ്ഷനെ ആയിരിക്കും ഉത്തരം അല്ലേ. അടുത്ത് ലാസ്റ്റ് ലെറ്റർ ഞാൻ നോക്കി. എം ഇവിടെ ലാസ്റ്റ് ലെറ്റർ എം ആണ്. അതായത് ആ സ്ഥാനത്തൊരു മാറ്റം വരുത്തിയിട്ടില്ല, സെയിം പൊസിഷനാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡിയിൽ നിന്നും അടുത്ത പൊസിഷൻ എന്തായിരിക്കും? ഡി തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. സി ആയിരിക്കില്ല, കാരണം അവിടെ എന്താണ്? ഇ ആണ്. ഓക്കെ ആണോ? എന്താണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്? നമുക്കൊരു മലപ്പുറം എന്ന വാക്ക് ഒരു റിലേഷൻ ഉപയോഗിച്ചിട്ട് ഒരു കോഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കാസർഗോഡ് എങ്ങനെ എഴുതാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഓപ്ഷനിലോട്ട് നോക്കി. ഓപ്ഷനിലോട്ട് നോക്കിയപ്പോൾ 2 വാക്ക് കെയിൽ തുടങ്ങിയിട്ടുണ്ട്, 2 വാക്ക് എല്ലിൽ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് ലെറ്ററിൻ്റെ റിലേഷനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ 2 ഓപ്ഷൻ എനിക്ക് ഒഴിവാക്കാം. ഈ 4 ഓപ്ഷൻ ഏതെങ്കിലും 2 ഓപ്ഷൻ എനിക്ക് ഒഴിവാക്കാം. സംശയമൊന്നുമില്ലല്ലോ. ഞാനപ്പോൾ ആദ്യത്തെ ലെറ്റർ കണ്ടെത്താണ്. എമ്മിൽ നിന്ന് എന്നിലേക്ക് പോകുമ്പോൾ ഒരു സ്ഥാനം മാറിയിട്ടാണ് അവർ കോഡിട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കെയിൽ നിന്ന് ഒരു സ്ഥാനം മാറുമ്പോൾ എന്താണ്? എല്ലെന്ന് കിട്ടും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എയും സിയും ആവാം. അങ്ങനെയാണെങ്കിൽ ബിയും ഡിയും ആവില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഓപ്ഷൻ നോക്കിയപ്പോൾ അവസാന ലെറ്റർ വ്യത്യാസമുണ്ട്. 2 ഓപ്ഷനിൽ അവസാന ലെറ്റർ വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിലെ മലപ്പുറത്തിലെ അവസാന ലെറ്ററിൻ്റെ റിലേഷൻ നോക്കി ഈ കാസർഗോഡിലെ അവസാന ലെറ്റർ കണ്ടെത്തിയാൽ എനിക്ക് ഉത്തരത്തിലെത്താൻ എളുപ്പമായി. സംശയമൊന്നുമില്ലല്ലോ. ഞാൻ എം നോക്കി. എം അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ സ്ഥാനത്തിന് ഒരു കോഡ് ഉപയോഗിച്ചില്ല, അതായത് ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല അവർ. അങ്ങനെയാണെങ്കിൽ കാസർഗോഡിൻ്റെ അവസാന ലെറ്റർ ഡി ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോഡീകരിക്കുമ്പോഴും ഡി തന്നെ ആയിരിക്കും അല്ലേ. ഓപ്ഷൻ എ ആണ് അപ്പോൾ ശരിയായ ഉത്തരം. ഓക്കെ ആണല്ലോ. ഇവിടെ സിമ്പിളായിരുന്നു അല്ലേ. നമുക്ക് മലപ്പുറം നമുക്ക് പിന്നെ ഒരു കാര്യം എന്ന് പറയും, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ എല്ലാ ലെറ്റേഴ്സിൻ്റെയും റിലേഷൻ നോക്കിക്കൊണ്ടിരിക്കരുത്. ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഏത് ലെറ്റർ കണ്ടെത്തിയാൽ ഉത്തരത്തിൽ വേഗത്തിലെത്താം, ഏത് ലെറ്റർ കണ്ടെത്തിയാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഇവിടെ തന്നെ ഈ കെയിൽ 2 തുടങ്ങിയിട്ടുണ്ട്, ഇവിടെ എല്ലിൽ 2 തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ലെറ്റർ കണ്ടെത്തി നമുക്ക് 2 ഓപ്ഷൻ ഒഴിവായി അല്ലേ. ഒഴിവായില്ലേ. ലാസ്റ്റ് ലെറ്റർ കണ്ടെത്തിയാൽ വീണ്ടും അടുത്ത ഓപ്ഷനിൽ കളയാം. നമ്മളിങ്ങനെ ഓരോന്ന് നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക. എൽ ബി ടി ബി ബി ഈ ഓപ്ഷൻ നോക്കിയാൽ എൽ ബി ഇത് ഇത്രയും സെയിം അല്ലേ. ഇതുവരെ സെയിം അല്ല. അവസാനത്തെ ലെറ്റർ മാത്രമല്ല അവർ വ്യത്യസ്തമായിട്ടുള്ളൂ. അങ്ങനെ നമുക്കത് കണ്ടെത്തിയാൽ പോരെ അല്ലേ. ഇനി ഇതെല്ലാം വരുന്നത് എയും സി എല്ലാം വരുന്നത് ബിയും ഡി ആണ്. നോക്കിയാൽ കെ എ ഒരുപോലെയുണ്ട്, ഇവിടെ ക്യൂ വരയ്ക്കും ഒരുപോലെയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. ഇവിടുത്തെ ലാസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ ഈ ബി ജി ഡി ഒ അതും സെയിം ആണ്. അപ്പോൾ നമുക്ക് ഈ 4ാമത്തെ 5ാമത്തെ പൊസിഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ ഉത്തരത്തിൽ വേഗത്തിലെത്താം അല്ലേ. നമുക്ക് എല്ലാ ലെറ്റേഴ്സും കണ്ടെത്തേണ്ട ഒരു സമയം കളയേണ്ടതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഈ മലപ്പുറം ഈ ഒരു കോഡ് ഉപയോഗിച്ചത് എമ്മിൽ നിന്നും എന്നിലോട്ട് ഒറ്റ സ്ഥാനം മാറിയിട്ടുള്ളൂ. അതുപോലെ എയിൽ നിന്നും ബിയിലോട്ട് ഒരു സ്ഥാനം മാറിയിട്ടുള്ളൂ. എപ്പോഴും ഇങ്ങനെ ഒരു സ്ഥാനം ആയിരിക്കണമെന്നില്ല. അപ്പോൾ എത്രയും നല്ലതെന്ന് വെച്ചാൽ നമുക്കെന്നറിയാം, ഈ ലെറ്റേഴ്സിൻ്റെ ഓരോ ആൽഫാബറ്റിൻ ലെറ്റേഴ്സിൻ്റെ സ്ഥാനമല്ല അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് നമ്മൾ എയിൽ നിന്നും ഇസഡ് വരയ്ക്കുള്ളത് 1 to 26 എന്നും, അതുപോലെ
അതായത് 26 നിന്ന് 1 വരയ്ക്കും റിവേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. 1 മുതൽ 26 വരയ്ക്കുള്ള നമ്പേഴ്സും റിവേഴ്സ് ആയിട്ട് 26 1 പോലെ അറിഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഓഡ് ആൻഡ് ഔട്ട് ഉണ്ടാവും. പിന്നെ സീരീസ് ചോദിക്കും ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട്, നമ്പേഴ്സ്, അതായത് നമ്മുടെ ഈ ലെറ്റർ ഉപയോഗിച്ച് നമുക്ക് സീരീസ് വരും. അതിനൊക്കെ നമുക്ക് ഈ സ്ഥാനവല അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഉപകാരമാണ്, യൂസ്ഫുള്ളാണ്. അത് എളുപ്പത്തിലെത്താം. അല്ലെങ്കിൽ അവിടെ നിന്ന് കണ്ടെത്തേണ്ടി വരും ഓരോന്നായിട്ട്. ഈ സ്ഥാനവല അറിയാൻ വേണ്ടിയിട്ട് സ്ഥാനവല നമുക്ക് കാണാതെ നമ്മൾ പഠിച്ചു വെക്കേണ്ട. കുറേയൊക്കെ നമുക്ക് നമ്മൾ ഈ പറയുമ്പോൾ തുടക്കം മുതൽ ഒരു 5 ലെറ്ററൊക്കെ നമുക്ക് അറിയാമായിരിക്കും, അവസാനത്തെ ഒരു 5 ലെറ്റർ അറിയാമായിരിക്കും. അപ്പോൾ ഇടയ്ക്കുള്ള കുറച്ച് ലെറ്റർ മാത്രമേ നമുക്ക് അറിയേണ്ടുള്ളൂ അല്ലേ. ഇപ്പോൾ നമുക്ക് A1 എന്നറിയാം അല്ലേ, B2 എന്നറിയാം, C3 എന്നറിയാം, D4 എന്നറിയാം. ഇത്ര വരെയൊക്കെ നമുക്ക് ഓക്കെ ആയിരിക്കും അല്ലേ. പിന്നെ നമ്മൾ EJOT ഇത് പഠിച്ചിട്ടുണ്ട്, ഇതറിയാമെന്നുള്ളതായിരിക്കും എല്ലാവർക്കും അല്ലേ. എന്താണ് ഇത്? 5ൻ്റെ മൾട്ടിപ്പിളായിട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. ഇത് J എന്ന് പറഞ്ഞാൽ 10 ആയിരിക്കും, O എന്ന് പറഞ്ഞാൽ 15, T 20, Y എന്ന് പറഞ്ഞാൽ 25. ഈ ജോലി നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അവിടെ തന്നെ E കിട്ടി, നമുക്ക് 5 എന്ന് കിട്ടി. ബാക്കി F മുതൽ നമുക്കൊരു W വരെയൊക്കെ പഠിച്ചാൽ പോരെ. നമുക്ക് X അറിയാം, Y അറിയാം, Z അറിയാം. Z 26 എന്നറിയാം, Y 25 എന്നറിയാം, X എത്രയാണ്? 23 എന്നറിയാം. സോറി 24 എന്നറിയാം. ഓക്കെ, ഇത്രയും നമുക്കറിയാം. അപ്പം ബാക്കി ഇടയ്ക്കുള്ള ലെറ്റേഴ്സ് നമുക്ക് എന്തെങ്കിലും രീതിയിലൊന്ന് പഠിച്ചാൽ പോരെ, മനസ്സിലാക്കി വെച്ചാൽ പോരെ. അപ്പോൾ നമുക്ക് F മുതൽ അങ്ങോട്ട്, അതായത് F മുതൽ ഒരു Wയുടെ വാല്യൂ വരെ നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് സ്ഥാനവല അറിയാം, അതായത് എല്ലാ ആൽഫബറ്റിൻ്റെയും സ്ഥാനവല അറിയാമെങ്കിൽ അടുത്തങ്ങോട്ട് കാണണമെന്നില്ല കേട്ടോ. അതായത് ഞാൻ പറയുന്നത് നമുക്ക് ലെറ്റേഴ്സിൽ തന്നെ നമുക്ക് എങ്ങനെ ആ വാല്യൂ, അതായത് ആ സ്ഥാനവല നമുക്ക് കണ്ടെത്താം അല്ലെങ്കിൽ ഓർമ്മിക്കാം എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടേക്കുക. ഓക്കെ, നമ്മൾ F ഇങ്ങനെയല്ല എഴുതുന്നത് അല്ലേ. F ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഒരു ഡോട്ട് ഇടുന്നത് അങ്ങനെ അല്ലേ. F നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്, ഞാൻ അതിലോട്ടൊരു ഡോട്ട് ഇട്ടു അല്ലേ. ഇതിപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഞാൻ 6 തിരിച്ച് എഴുതിയ പോലെ അല്ല ഇരിക്കുന്നത് അല്ലേ. നമ്മൾ 6 തിരിച്ചിട്ട പോലെ അല്ല ഇരിക്കുന്നത്. 6 എങ്ങനെയാണ്? ഇങ്ങനെയായിട്ട്. ഞാൻ അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വരില്ലേ? 6 തിരിച്ചിട്ട പോലെ വരില്ലേ? അപ്പോൾ Fൻ്റെ സ്ഥാനത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ F എഴുതുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? ഇങ്ങനെ ഒരു ഡോട്ട്, അപ്പോൾ 6 തിരിച്ചിട്ട പോലെ ഉണ്ട്. ഓക്കെ ആണോ? നമ്മൾ F എഴുതുന്നത് എങ്ങനെയാണ്? ഞാനൊരു ഡോട്ട് ഇങ്ങനെ, അതിൽ ആ ഗ്യാപ്പൊന്ന് ഞാൻ ഫില്ല് ചെയ്തു. ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഇങ്ങനെയല്ല കിട്ടുന്നത്. അതായത് ഒരു 6 ഞാൻ തിരിച്ചിട്ട പോലെ അല്ലേ. അപ്പോൾ Fൻ്റെ കാണുമ്പോൾ നിങ്ങൾ എന്താണ് ഓർക്കുക? 6 Fന് ഈ ഗ്യാപ്പ് അടയ്ക്കുമ്പോൾ 6ന് തിരിച്ചിട്ട പോലെ ഉണ്ട്. അപ്പോൾ F എത്രയാണ്? 6 ആണ്. F എത്രയാണ്? 6 ആണ്. ഓർമ്മ ഉണ്ടല്ലോ. ഇനി F എവിടെ കണ്ടാലും അതൊന്ന് ഓർക്കുക. നമ്മൾ Fന് നമ്മൾ എങ്ങനെയാണ് നമ്പർ ഇട്ടതെന്ന് ഈ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്തു. മുകളിലൊരു 6 തിരിച്ചിട്ട പോലെ ഉണ്ട്. അപ്പോൾ F എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇനി G സിമ്പിളാണ് അല്ലേ. G നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? അതായത് ഇവിടെ വന്നു G നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഇത് 7 അല്ലേ, 7 പോലെ അല്ലേ അല്ലേ. അപ്പോൾ G നമുക്ക് എളുപ്പത്തിന് കിട്ടും അല്ലേ. 7 എന്ന് കിട്ടി. ഇനി H നമ്മളെങ്ങനെയാണ് എഴുതുന്നത് അല്ലേ. ഞാൻ Fന് എന്താണ് ചെയ്തത്? നമ്മൾ Fന് ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ അത് ഫില്ല് ചെയ്തു അല്ലേ. 6 തിരിച്ചിട്ട പോലെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഗ്യാപ്പ് ഞാൻ ഫില്ല് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ എത്രയാണ്? H ഞാൻ ഫില്ല് ചെയ്തപ്പോൾ ഇങ്ങനെയല്ല കിട്ടിയത്. ഇത് ഏത് രൂപത്തിലുള്ളതുകൊണ്ട്? 8 എന്ന രൂപത്തിലായില്ലേ. അപ്പോൾ നമ്മൾ അതിന് അടുത്ത് H കണ്ടാൽ എന്താ ഓർക്കും? H 2 ഗ്യാപ്പ് ഉണ്ട് മുകളിൽ. അപ്പോൾ നമ്മൾ 8 എന്ന് കിട്ടി. 8 ഓക്കെ ആണോ? ഇത്രയും. അപ്പോൾ നമ്മൾ F നമ്മൾ 6 എന്ന് പഠിച്ചു, G ആയി 7 എന്ന് പഠിച്ചു, H ആയി 8 എന്ന് പഠിച്ചു അല്ലേ. ഇനി അടുത്ത I ഇങ്ങനെയല്ലേ എഴുതുന്നത്. ഇവിടെ നോക്കണം, ഞാൻ ഇവിടെ ഡോട്ട് ഇട്ടു. ഞാൻ ഡോട്ട് ഇടുന്ന മാത്രം ശ്രദ്ധിച്ചാൽ. ഇനി നിങ്ങൾ I കാണുമ്പോൾ ഞാൻ ഈ ഡോട്ട് ഇടുന്ന മാത്രം നിങ്ങൾ മനസ്സിൽ വന്നാൽ മതി. ഓക്കെ, ഇത് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങ് ഓട്ടോമാറ്റിക്കലി വന്നോളൂ കേട്ടോ. ഇങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം F6 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ ലെറ്റർ കാണുമ്പോൾ, എവിടെയെങ്കിലും ഒരു വാക്ക് കാണുമ്പോൾ ഈ ലെറ്ററിൻ്റെയൊക്കെ നമ്പേഴ്സ് ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ, എവിടെയെങ്കിലും ബസ്സിൽ പോകുകയാണെങ്കിൽ ഏതെങ്കിലും നമ്പർ പ്ലേറ്റിൽ ഈ ലെറ്റേഴ്സ് കാണുമല്ലോ അല്ലേ. അപ്പോൾ ആ ലെറ്റേഴ്സിൻ്റെയൊക്കെ എത്രയാണ് നമ്പേഴ്സ് എന്ന് നോക്കാൻ മതി, കിട്ടും. ബൈ ഹാർട്ട് ആയിക്കോളും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ ഞാനെന്താണ് ഞാൻ ഇങ്ങനെ ഇട്ടു. അപ്പോൾ ഇതിപ്പോൾ 9 പോലെ ആയില്ലേ അല്ലേ. 9 രൂപ ആയില്ലേ. അപ്പോൾ I9 എന്ന് കിട്ടി. J നമുക്ക് കേട്ട വാക്കാണ് ജോക്കർ. J നമ്മൾ കേൾക്കുന്നതല്ലേ, ജോക്കർ എപ്പോഴും കേൾക്കുന്നതല്ലേ. 10 ആയില്ലേ.
അല്ല, അല്ലെങ്കിൽ നമ്മൾ ഈ ജോറ്റിയിലെ 10 അത് ഓർത്ത് വയ്ക്കുക. ഇല്ലെങ്കിൽ J10. അപ്പോൾ നമ്മളോട് I ആയി 9 J ആയി 10. അത് K. നമ്മൾ K എങ്ങനെയായിരുന്നു? ഇങ്ങനെയല്ല എഴുതുന്നത്. പക്ഷെ നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെയാ K എഴുതിണ്ടിരുന്നത്? ഇങ്ങനെ വരും, അതിനെ തൊടാതെ ഇങ്ങനെ K കിട്ടുന്നു. അങ്ങനെയല്ല നമ്മളിൽ പലരും എഴുതിയിട്ടുണ്ടെന്ന് അല്ലേ? നമ്മളെങ്ങനെ K ശരിക്കും എഴുതേണ്ടത്? ഇങ്ങനെയാണ് K എഴുതേണ്ടത് അല്ലേ? പക്ഷെ നമ്മൾ എഴുതുമ്പോൾ സ്പീഡിലൊക്കെ എഴുതുമ്പോൾ നമ്മളിങ്ങനെയല്ല എഴുതി പോകുന്നത് അല്ലേ? സംശയമുണ്ടോ അതിൽ? അതിപ്പോൾ എന്തായി? K നമ്മൾ ഇങ്ങനെ എഴുതി പോകും. ഞാൻ അത് കുറച്ചുകൂടി ഇതാക്കിയ 11 പോലെ തോന്നുന്നില്ല എനിക്ക് അല്ലേ? 11 പോലെ തോന്നല്ലേ? അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മൾ K നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത് അല്ലേ? ഇത് ഇവിടുത്തെ ഒന്നും ഞാനെടുത്ത് മുകളിലിട്ടുന്നത് എനിക്ക് ഒന്നിന് നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, 11 ആണെന്ന് ഓർക്കുക. അല്ലെങ്കിൽ എന്താണ്, ആ Kയിൽ ഈ ഇവിടുത്തെ ഒരു കോലും ഇവിടുത്തെ ഒരു മുകളിലത്തെ ഒരു കോലും എടുത്ത് മുകളിലിട്ടു. അപ്പോൾ എന്താണ് 11. അപ്പോൾ K കിട്ടിയ 11 കിട്ടിയ. ഞാൻ ഒന്ന് റിവൈൻഡ് ചെയ്യാം. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യം A നമ്മൾ പറഞ്ഞു, 1 എന്ന് പറഞ്ഞു, B 2 എന്ന് പറഞ്ഞു, C 3 എന്ന് പറഞ്ഞു അല്ലേ? D 4 എന്ന് നമുക്കറിയാം, E നമുക്കറിയാം 5 എന്ന്. ഇതിൽ വേറെ ഒന്നുണ്ട് നോക്കണം. ഈ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത് അല്ലേ? ഇങ്ങനെയല്ല എഴുതുന്നത്. ഇതൊരു 5 പോലെ ആയിട്ടില്ല എനിക്ക് അല്ലേ? 5 ഒരു കിട്ടുന്നില്ല, ഒരു ആകൃതി കിട്ടുന്നില്ലേ? അങ്ങനെ ഓർത്ത് വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് 5 ലെറ്റർ നമുക്ക് അറിയാം അല്ലേ? അത് ഓർത്ത് വയ്ക്കണമെന്നില്ല. അടുത്ത് F എന്താണ്? 6 ആണല്ലേ? F 6 ആണ്. 6 തിരിച്ചിട്ട പോലെ ഉണ്ട്. അടുത്ത് G നമ്മൾ ഓർക്കും, നമുക്ക് അറിയാവുന്നതാണ് 7 അല്ലേ? ഇതൊന്ന് ഓർത്താൽ മതി. H എന്താണ്? ഞാനിത് രണ്ടും ഫില്ല് ചെയ്തു. എന്താണ്? 8 എന്ന് കിട്ടി. I 9. J ജോക്കർ, അപ്പം എന്താണ്? 10. K ഒന്നെങ്കിൽ ഇങ്ങനെ ഓർക്കുക, അല്ലെങ്കിൽ ഈ 2 കോലും എടുത്ത് മുകളിൽ വെച്ചതുപോലെ ഓർക്കുക. അപ്പോൾ എന്താണ്? 11 എന്ന് കിട്ടി. ഓക്കെ, ഇനി L M N നോക്കാം. M 3 തിരിച്ചിട്ട പോലെ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. 3 തിരിച്ചിട്ട പോലെയാണ് M കിടക്കുന്നത് അല്ലേ? നമുക്കറിയാം 3 വരില്ല, നമുക്ക് Cക്ക് കൊടുത്ത് 3 സ്ഥാനം. അങ്ങനെയാണെങ്കിൽ അടുത്തെന്താണ്? 13 ആയിരിക്കും. ഓക്കെ ആണോ? M 3 തിരിച്ചിട്ട പോലെയാണുള്ളത്. 3 എന്തായാലും വരില്ല, നമുക്കറിയാം C ആണ് 3 എന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? 13 ആയിരിക്കും M എന്ന് പറയുന്നത്. ഈ എമ്മിൻ്റെ അടുത്ത് N എന്നും എമ്മിൻ്റെ ബാക്കിൽ N എന്നും കൂടെ ഓർക്കുക. 13 കഴിഞ്ഞാൽ 14 അല്ലേ? 13ൻ്റെ ബാക്ക് എന്താണ്? 12. ഓർക്കോ? നമുക്ക് M അറിയാമെങ്കിൽ അതിൻ്റെ സ്ഥാനം, അതായത് നമുക്കിപ്പം B അറിയാമെങ്കിൽ Aയും Cയും പറയുന്ന പോലെ M നമുക്കറിയാം 13 ആണ്. നമ്മൾ M കഴിഞ്ഞാൽ N എന്ന് പറഞ്ഞാൽ ഓർക്കുക 14 ആണെന്ന്. ഇല്ലെങ്കിൽ നമ്മൾ N എഴുതുന്നത് ഇങ്ങനെയല്ലേ? ഇത് 4 അല്ലടാ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇത് N അല്ലേ? നമ്മളിതെങ്ങനെ എന്തെന്ന് വായിക്കുക? 4 എന്നല്ലേ വായിക്കുന്നത് അല്ലേ? ഇതിങ്ങനെ എഴുതി 4 എന്നല്ല വായിക്കുന്നത്. N നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഞാനത് ആ ഒരു സ്ഥാനം അല്പം മാറ്റി, ആ ഡോട്ട് ഇട്ടില്ല. നമ്മളിതിപ്പോൾ എത്ര 4 എന്നല്ലേ വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് 4 വരോ? ഇല്ല, 14. അങ്ങനെ ഓർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ എന്താണ്? M കഴിഞ്ഞിട്ടാണ് N വരുന്നത് കൂടെ ഓർമ്മ വയ്ക്കുക. MN 14, M 13 ആണ്. അത് കേട്ടോ, M പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. 3 നമുക്കറിയാം, ഇത് 3 തിരിച്ചിട്ടിരിക്കുന്നതാണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 വരില്ല, 13. ഓക്കെയാണ്. എമ്മിൻ്റെ ഇപ്പുറത്താണ് 12. ഓക്കെ ആണല്ലോ? MN ഓക്കെ ആണല്ലോ? നമ്മൾ പറഞ്ഞു EJTയിൽ പഠിച്ചു 15 ആണെന്ന് അറിയാം അല്ലേ? ഓക്കെ, ഇനി അടുത്ത തന്നെയാണ് O കഴിഞ്ഞു. ഇവിടെ നമ്മൾ L പറഞ്ഞു, M പറഞ്ഞു, N പറഞ്ഞു, O പറഞ്ഞു. അടുത്ത് P അല്ലേ? P ആണ് അടുത്ത്. നമ്മൾ F എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഡോട്ട് ഇട്ട് അത് ഇങ്ങനെ തന്നെ ആക്കിയത് അല്ലേ? അപ്പോൾ നമ്മൾ 6 തിരിച്ചിട്ടെന്ന പോലെ എന്ന് പറഞ്ഞു. 6 വരോ? ഇല്ല, നമ്മൾ F അത് കൊടുത്തു പോയി. അപ്പോൾ എന്തായിരിക്കും? 16 ആയിരിക്കും. ഓക്കെ ആണോ? അതായത് P നമ്മളിങ്ങനെയല്ലേ എഴുതുന്നത്. നമ്മൾ Fനെ എങ്ങനെയാണ് പറഞ്ഞത്? നമ്മളൊരു ഡോട്ട് ഇട്ട് P പോലെയല്ല ആക്കിയത്. അത് 6 തിരിച്ചിട്ട് നമ്മൾ അപ്പോഴും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ P 6 നമ്മൾ തിരിച്ചിട്ട പോലെ തന്നെ ഇരിക്കുന്നത്. പക്ഷെ നമുക്കത് 6 വരോ? ഇല്ല, നമ്മൾ Fന് കൊടുത്തു. അത് മാത്രമല്ല P എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരം എന്ന് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ 16. അപ്പോൾ P 16 കിട്ടിയിരുന്നു. ഓക്കെ ആണ്. അടുത്ത് Q ഒന്നും ഇടാം. 7 അല്ലേ? നമ്മൾ Q ഇങ്ങനെ എഴുതുന്നത്.
ജി നമ്മളിങ്ങനെ എഴുതപ്പോൾ ഇവിടെ ഈ 7 ഓർത്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ ക്യൂവിനെ ഓർക്കുക. 7 വരില്ല, 17. ഓക്കെ ആണല്ലോ. അപ്പോൾ ക്യൂ ആയി. അടുത്ത ആർ അല്ലേ. ആർ ഞാൻ എപ്പോഴും ഈ ഗ്യാപ്പ് ഞാൻ ഫില്ല് ചെയ്യുന്നതാണ്. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ആറിൻ്റെ ഈ ഗ്യാപ്പ് ഞാൻ ഫില്ല് ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ ആകൃതി എന്താ ഉള്ളത്? ആറ് ഇത് ഇങ്ങനല്ലേ ഉള്ളത് അല്ലേ. അപ്പോൾ എന്താണ് 8 എന്നൊരു ആകൃതി കിട്ടിയില്ല എനിക്ക് അല്ലേ. ഞാൻ 6 ഇങ്ങനെ 6ആണ്, ഞാൻ അത് ഗ്യാപ്പ് ഫില്ല് ചെയ്തു. അപ്പോൾ എനിക്കൊരു 8 എന്ന ആകൃതി കിട്ടി. 8 വരില്ല, അപ്പോൾ എന്തായിരിക്കും 18 ആയിരിക്കും. ഓക്കെ ആണോ? ഇത് ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് ഒരു എന്താണ് എന്തോ പോലെ തോന്നാം കേട്ടല്ലോ. ഒരിക്കലും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, ലെറ്റേഴ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ലെറ്റേഴ്സ് വെറുതെ എഴുതി ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങൾക്ക് കിട്ടും കേട്ടോ. സിമ്പിളായിട്ട് സുഖമായിട്ട് പറയാൻ പറ്റും. ഏത് ലെറ്റേഴ്സ് കണ്ടാലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നമ്പേഴ്സ് ഇടാൻ പറ്റും. കാണാപ്പാടം പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ 8 കിട്ടിയില്ലേ, ഇത് 18 എന്ന് മനസ്സിലായല്ലോ. 6 കിട്ടി നമുക്ക്. ഇനി എസ് നമ്മൾ എസ് എഴുതുന്നത് എങ്ങനെയാണ് അല്ലേ. ഞാനിതാ ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ടു. 9 ആകൃതി ആയില്ലേ. അത് എസ് എഴുതുന്നത് എങ്ങനെയാണ്? എസ് എഴുതുന്നത് ഇങ്ങനെയാണ് അല്ലേ. ഞാനിതാ ഈ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്തു. ഇപ്പോൾ 9ൻ്റെ ആകൃതി ആയില്ലേ. 9 വരെയാണോ? ഇല്ല. എന്താണ് 9 നമ്മൾ എന്താണ് ഐക്ക് കൊടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എസ് എന്തായിരിക്കും? 19 ആയിരിക്കും. ടി ഒന്നും വേണ്ട, 20 മാത്സ് നമുക്കറിയാം. T20 ഓർത്ത് വയ്ക്കുമല്ലോ. T20 ഓർത്ത് വയ്ക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഞാൻ എല്ലാം കൂടെ ഒന്നേന്ന് പറയുന്നു. എ നമുക്കറിയാം, ബി അറിയാം, സി അറിയാം, ഡി അറിയാം, ഇ അറിയാം അല്ലേ. 1 2 3 4 5. എഫ് 6, 6നെ തിരിച്ചിട്ടവരുണ്ട്. ജി 7 അല്ലേ. എച്ച് 8, ഐ 9. ഒന്ന് നമ്മൾ ഓർത്തെടുക്കുക. ജെ എന്താണ് നമ്മൾ ഓർത്തത്? ജോക്കർ അല്ലേ. 10. കെ എന്താണ്? 11. എൽ 12. എം 13. എൻ 14. 15 എന്തായിരുന്നു? NO അല്ലേ. പി അല്ലേ, 6 തിരിച്ചിട്ട പോലെ ഉണ്ട്. 16. ക്യൂ അല്ലേ. 7 17. ആർ ഇത് ഞാൻ ഫില്ല് ചെയ്തു. അപ്പോൾ എത്രയാണ്? 18. എസ് ഇത് ഞാൻ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. 19. ടി നമുക്കറിയാം 20. അടുത്തുള്ളത് യു വി ഡബ്ല്യു എക്സ് വൈ ഇസഡ് അല്ലേ. ഇവിടെ നോക്കണം. യു ഈ ഡബ്ല്യു നമുക്കറിയാം 3 തിരിച്ചിട്ടത് പോലെയാണെന്നറിയാം അല്ലേ. നമ്മൾ 3 തിരിച്ചിട്ട പോലെ എമ്മിന് കൊടുത്തു 3 അല്ലേ. 13 കൊടുത്തു നമ്മൾ. അപ്പോൾ ഇവിടെ 13 കൊടുക്കാൻ പറ്റുമോ? അല്ല. അപ്പോൾ ഇവിടെ 23. നമ്മൾ ആ ലെറ്റേഴ്സിൻ്റെ ആ ഗ്യാപ്പ് നോക്കിയാൽ മതി. എമ്മും ഡബ്ല്യു ഭയങ്കര ദൂരമാണ് അല്ലേ. അപ്പോൾ എന്തായാലും 13 വരില്ല, 23 അവിടെ. നമുക്ക് ഈ ഡബ്ല്യു കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് എക്സ് വൈ സെഡ് നമുക്കറിയാമല്ലേ. ഇസഡ് 26 വൈ 25 എക്സ് 24 അറിയാം. ഇനി ബി ഈ 2 ലെറ്റർ ഉണ്ടല്ലോ. 2 എന്ന് ഓർക്കുക. 2 വര ഉണ്ട് വീട് അല്ലേ. വീട് ഇങ്ങനെ 2 വര ഉണ്ട്. അപ്പോൾ 2 എന്ന് ഓർക്കുക. അല്ലെങ്കിൽ അങ്ങ് ഓർത്ത് വയ്ക്കുക. ബാക്കി യു മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ. യു 21. ഞാൻ എപ്പോഴും പറയുന്നതാണ് യു എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മളല്ലേ. നമുക്ക് എപ്പോഴും 21 വയസ്സെന്നാണ് ചിന്തിച്ചേക്കുക. യു എന്ന് പറയുമ്പോൾ എത്രയാണ്? നമ്മളല്ലേ. നീ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആളുകൾ ചൂണ്ടിക്കാണിക്കാനാണ് യു എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ 21 വയസ്സെന്ന് ചിന്തിച്ചേക്കുക. അപ്പോൾ എപ്പോഴും യു കണ്ടു കഴിഞ്ഞാൽ അവിടെ 21 പോകുന്ന ഓട്ടോമാറ്റിക് വരും. അല്ലെങ്കിൽ എന്താണ്? വി 22, വി ഡബ്ല്യു 23. ഇതിപ്പോൾ ഞാൻ ഈ ലെറ്റേഴ്സ് അല്ല ഞാൻ പറഞ്ഞത് അല്ലേ. ഏതെങ്കിലും ഒരു ലെറ്റേഴ്സ് നിങ്ങൾക്ക് ക്ലിക്കായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഏതാണ് ഒരു ലെറ്റേഴ്സ് ക്ലിക്കായത് അത് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ അടുത്ത ലെറ്റേഴ്സ് നമുക്ക് കിട്ടിയാൽ അറിയാമല്ലോ. ഇപ്പോൾ എം എളുപ്പത്തിൽ നമുക്കറിയാം എന്താണ്? 13 അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലും എന്നും നമുക്ക് മനസ്സിലാവുമല്ലോ. അടുത്തടുത്ത ലെറ്റർ ആണെന്ന് മനസ്സിലാവുമല്ലോ. ഇനി അതുപോലെ ഡബ്ല്യു 23 ആണെങ്കിൽ അടുത്ത ലെറ്റർ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇനി ഇതിൽ എളുപ്പം ഏതാണ് ഒന്ന് ഓർത്തിക്കാം. ജി എളുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ എച്ച് കിട്ടുമല്ലോ പെട്ടെന്ന് അല്ലേ. എച്ച് കിട്ടില്ലേ. എഫ് അങ്ങനെയാണെങ്കിൽ കിട്ടില്ലേ. ജി നമുക്ക് 7 ആണെന്ന് അറിയാമെങ്കിൽ എച്ച് 8 ഇതും ഓർത്തോളൂ. അങ്ങനെ ഓർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഞാൻ ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴെപ്പോഴും ഞാൻ നമ്പേഴ്സ് ഇടുമ്പോൾ ഞാൻ എങ്ങനെ എടുത്തതെന്ന് കൂടെ പറയാം. അപ്പോൾ അതും കൂടെ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുമ്പോൾ നിങ്ങളും ഓക്കെ ആവും. ഓക്കെ ആണല്ലോ.
നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ സീരീസ് കംപ്ലീറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ഒരു അല്പം പ്രയാസമാണ്, അതായത് പെട്ടെന്ന് കിട്ടുന്നതല്ല ഈ ഉത്തരം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൽ 20 ക്വസ്റ്റ്യനിൽ എനിക്ക് അല്പമെങ്കിലും എന്താണ് ചെയ്ത് നോക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഇത് മാത്രമേ തോന്നിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം കുറച്ചൊക്കെ സിമ്പിളായിരുന്നു, ചില ക്വസ്റ്റ്യൻസ് തീരെ സിമ്പിളായിരുന്നു അല്ലേ, നമ്മൾ നേരിട്ട് ഉത്തരം കിട്ടുന്നതായിരുന്നു. അപ്പോൾ ഇത് മാത്രമേ കുറച്ച് ചെയ്ത് നോക്കുന്നുണ്ടുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇപ്പോൾ ഈ സീരീസിൽ ഇവിടുത്തെ ഈ അവസാനത്തെ ലെറ്റർ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സിമ്പിളായിരുന്നു കണ്ടെത്താം നമുക്ക്. പക്ഷേ ഇടയിലുള്ളത് അല്ലെങ്കിൽ ഒരു 2 സംഖ്യയ്ക്ക് ഇടയിൽ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് റിലേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം എപ്പോഴും സീരീസ് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ, ഇപ്പോൾ നോക്കി ഇവിടെ 1 നിന്ന് 5 വന്നു, അപ്പോൾ 66, പിന്നെ 280. അപ്പോൾ എന്തായാലും അത് കൂട്ടുന്നതോ കുറയ്ക്കുന്നതല്ല സീരീസ് അല്ലേ, നല്ലോണം കൂടിയാണ് വരുന്നത്. അപ്പോൾ തന്നെ മനസ്സിൽ കരുതുക ഇത് ഗുണനത്തിൻ്റെ എന്തോ ഒരു റിലേഷനാണ് പോയിട്ടിരിക്കുന്നത് അല്ലേ. സീരീസ് നമുക്കറിയാമല്ലോ, ഒരു പ്രത്യേക പർട്ടിക്കുലർ റിലേഷൻ ഉപയോഗിച്ച് ഓരോ സംഖ്യയായിട്ട് പോകും അല്ലേ. അത് നമ്മൾ കണ്ടെത്താണ് നമ്മുടെ ജോലി, ആ റിലേഷൻ എങ്ങനെയാണെന്ന്. ഇപ്പോൾ 1, 5 അല്ലേ, 1 നിന്നും 5 4 ഗ്യാപ്പ് ഉള്ളത്. പിന്നെ നമുക്ക് അറിയില്ല, അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പിന്നെ ഉള്ളത് 66. അപ്പോൾ എന്തോ ഒരു മൾട്ടിപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ 66 ഉള്ളു. 66 കഴിഞ്ഞിട്ട് 280 ആണല്ലേ. അപ്പോൾ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷന് ചതുള്ളൂ, പ്ലസ്സോ മൈനസോ ആയിരിക്കില്ല നമുക്കറിയാം. അപ്പോൾ ഈ 1 നിന്നും 5 പോവുകയാണെങ്കിൽ എനിക്കറിയാം 1 നിന്നും 4 കൂട്ടിയാൽ 5 ആകും അല്ലേ. പിന്നെ എങ്ങനെയാണ് ചാൻസ് ഉള്ളത്, 1 നിന്നും 2ൻ്റെ സ്ക്വയർ അത് 4 അല്ലേ. അങ്ങനെയും ഈ 5 കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒന്നുകിൽ 1 + 4 ആവാം, അല്ലെങ്കിൽ 1 നിന്നും 2 സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 5 കിട്ടാൻ ചാൻസ് ഉണ്ട്. അതല്ലേ പോസിബിലിറ്റി ഉള്ളത് അല്ലേ. ഇനി ഈ തമ്മിലുള്ള നമുക്ക് വ്യത്യാസം, ഇവിടെ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇപ്പം എന്തോ ഒന്ന് കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ ഗുണിച്ചിട്ടാണ് ഈ 5 കിട്ടിയെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചാൻസ് എന്താ ഉള്ളത്, ഇവിടെ × 1 കൊടുത്താലേ കിട്ടുള്ളൂ അല്ലേ. മനസ്സിലായോ, അതിൽ എന്തോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ടാണ് ഈ സംഖ്യയിൽ എത്തിയെന്ന് നമുക്ക് മനസ്സിലായി. കാരണം സംഖ്യ നല്ല വലുതായിട്ടാണ് പോകുന്നത്, നല്ലോണം വലുതായാണ് പോകുന്നത്. അപ്പോൾ എന്തോ ഒരു ഗുണമുണ്ട് അവിടെ, പ്ലസ് മാത്രമല്ല. അപ്പോൾ 1 നിന്നും 5 എത്തണമെങ്കിൽ 1 + 4 ചെയ്താലേ 5 കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ എന്തോ ഒരു ഗുണം നടന്നിട്ടുണ്ടാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്, 1 ചാൻസ്, കാരണം 5 കിട്ടിയിട്ടുള്ളത്. അപ്പം ഇത് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 5 കിട്ടി. 66 എത്രയാണ് വ്യത്യാസം നമുക്ക് നോക്കാം. ഈ 66 എത്ര ഇരട്ടിയാണെന്ന് നോക്കാം. ഈ എന്താ പറയുക, ഈ 280 ഇവിടെ നോക്കിയാൽ നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് കണ്ടെത്താം. ഇപ്പം നമ്മളിത് ഡിവൈഡ് ചെയ്യണം അല്ലേ. നമുക്ക് 50 × 5 നമുക്കറിയാം 250 അറിയാം. അറിയില്ലേ, പെട്ടെന്ന് കിട്ടില്ല നമുക്കത്. 50 × നമുക്ക് ഇത് ഞാൻ മനസ്സിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് പറയുന്നത് കേട്ടോ. ഈ 50 × 5 എന്ന് പറയുന്നത് നമുക്ക് 250 നമുക്കറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിനിടയിൽ എവിടെയെങ്കിലും ആയിരിക്കും അല്ലേ. ഈ 66 എന്ന് പറയുന്നത് 50-നേക്കാളും കൂടുതലാണ് അല്ലേ. നമുക്ക് അപ്പോൾ അതിനിടയിൽ എവിടെയെങ്കിലും ഒന്ന് ഗുണിച്ച് നോക്കി കഴിഞ്ഞാൽ 250 കിട്ടേണ്ടതാണ്. ഇവിടെ നമുക്ക് 4 കൂട്ടി എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ 66-നെ ഞാൻ 4 കൂട്ടി കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടുമോ, 70 കിട്ടും അല്ലേ. 70 കിട്ടും. 50 കൊണ്ട് 5 വട്ടം ഗുണിക്കുമ്പോൾ 250 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഞാനൊരു 4 കൊണ്ട് 5 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എന്തായാലും വലിയൊരു എമൗണ്ട് ആയിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ 4 കൊണ്ട് ഞാൻ ഗുണിച്ച് നോക്കുന്നു. അപ്പോൾ എനിക്ക് എത്ര കിട്ടുക, 28. ആ നമ്പർ കിട്ടി. അപ്പം മനസ്സിലായി എനിക്ക് 66-ന് 4 കൊണ്ട് അവർ അധികം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ ഗുണനം എത്ര കിട്ടി, 4 കിട്ടി. അപ്പോൾ നമ്മൾ എത്ര സീരീസ് ആണ് നമുക്കുള്ളത്, 1, 5 ഉണ്ട്, പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ട്, പിന്നെ ഒരു 66, പിന്നെ 250 അല്ലേ. 250 എനിക്ക് കിട്ടാൻ വേണ്ടി 4 കൊണ്ട് അവർ ഗുണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്, 3 കൊണ്ട് ഗുണിച്ചിട്ടുണ്ടാവണോ, ഇവിടെ എന്താണ് 2 കൊണ്ട് ഗുണിച്ചിട്ടുണ്ടാവണം, ഇവിടെ 1 കൊണ്ട് ഗുണിച്ചു. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആ റിലേഷനോട്ട് എത്തുന്നതാണ് ഈ പ്രക്രിയ എന്ന് പറയുന്നത്. എനിക്ക് ഇവിടെ ആദ്യം മനസ്സിലായി, ഇവിടെ 4 5 പോയപ്പോൾ ഒരു 4 കൂട്ടിയിട്ടുണ്ട് അവർ. അപ്പോൾ 4 കൂട്ടി എന്തോ ഒരു മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര വലിയ സംഖ്യ ആവില്ല അല്ലേ. 5-ൽ നിന്ന് ഞാൻ 4 കൂട്ടി കഴിഞ്ഞാൽ 9 ആവുള്ളൂ, ഓപ്ഷനിലില്ല. പിന്നെ അത് മാത്രമല്ല 9-ൽ നിന്ന് വീണ്ടും ഞാൻ 4 കൂട്ടി കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടുന്നത്, 13 കിട്ടുന്നത്. അത് ഇവിടെ 13 66. അപ്പോൾ എന്തോ കൊണ്ട് ഗുണിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് റിലേഷൻ എടുക്കാൻ പറ്റുന്നത്, ഇവിടെ എഴുതാം, സീരീസ് ഇവിടെ എഴുതുന്നുണ്ട്. ഒരിക്കലും
എനിക്ക് റിലേഷൻ എടുക്കാൻ പറ്റുന്നത് ഈ ഒന്നിൽ നിന്നും 5-ൽ നിന്ന് എടുക്കാം, 66-ൽ നിന്ന് 82-ൽ എനിക്ക് റിലേഷൻ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ 1-ൽ നിന്ന് 5-ൽ എടുത്തപ്പോൾ എനിക്ക് 1+4 1 ഗുണം 1 കിട്ടാം, അല്ലെങ്കിൽ 1+2 സ്ക്വയർ, ഇങ്ങനെയല്ലേ 5 കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ, പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 1+4 1 ആയിരിക്കാം 5 കിട്ടിയെന്ന് ഞാൻ അനുമാനിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ലാസ്റ്റത്തെ 2 ഓപ്ഷൻ എടുക്കുന്നു. ആ ഓപ്ഷൻ എടുത്തപ്പോൾ എനിക്ക് ഒരു അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു ഫിഗർ കിട്ടണം. അപ്പോൾ 250 എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ പെട്ടെന്ന് കാൽക്കുലേഷൻ എളുപ്പത്തിൽ അവിടെ നിന്ന് നമുക്ക് ഇത് കുറയ്ക്കാനോ വായിക്കാനുള്ള സമയം നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും അത് ഗുണിക്കുന്ന മുന്നായിട്ട് അത് ഏതിൻ്റെ അടുത്ത് എത്തും എന്നൂടെ നോക്കുക. എനിക്ക് 50 എളുപ്പമാണ് ഗുണിക്കാൻ, 100 എളുപ്പമാണ് ഗുണിക്കാൻ അല്ലേ നമുക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 50 നോക്കിയപ്പോൾ 50 × 5 ആണ് 250. അപ്പോൾ ഞാനിവിടെ 4 ഇവിടെ കൂട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഇവിടെ 4 കൂട്ടി, അപ്പോൾ 70 കിട്ടി. അപ്പോൾ 70 × 4 എന്ന് വെച്ചപ്പോൾ 250 കിട്ടി. അങ്ങനെയാണ് ഞാൻ റിവേഴ്സായിട്ട് വരുന്നുണ്ട്. ഇവിടെ 4 ഗുണിച്ചു, അപ്പോൾ ഇവിടെ 3 ഗുണിച്ചു, ഇവിടെ 2 ഗുണിച്ചു, ഇവിടെ 1 ഗുണിച്ചു. ഇവിടെ 1+4 ഗുണം 1 കിട്ടിയപ്പോൾ ഉത്തരം കിട്ടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ 5+4 ഗുണം 2 കിട്ടുമ്പോൾ എനിക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഉത്തരം കിട്ടണം. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഉത്തരം 9 × 2 എന്ന് പറയുമ്പോൾ 18. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഉത്തരം എനിക്ക് ഇവിടെ 18 കിട്ടി അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും 18-നെ +4 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ 22 കിട്ടി. 22 × ഞാൻ 3 ചെയ്യുന്നു. അപ്പോൾ എനിക്ക് 66 കിട്ടി. അപ്പോൾ അടുത്ത ഉത്തരം കിട്ടി, അടുത്ത ഇത് കിട്ടി, നമ്പേഴ്സും കിട്ടിയില്ലേ. ബാക്കി നമ്മളിവിടെ ചെയ്തല്ലോ. അപ്പോൾ ഉത്തരം 18. ഇത് കുറച്ച് ചെയ്യാനുണ്ട് സമ്മതിച്ചു ഞാൻ. അപ്പോൾ LGS ലെവലിൽ ഇത് കുറച്ച് ചെയ്യാനുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിരിക്കും. നമുക്കിവിടെ റിലേഷൻ ആദ്യം കണ്ടെത്തുക, അത്രേ ഉള്ളൂ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ റിലേഷൻ ഒന്ന് കണ്ടെത്തി ആ ഒരു ലോജിക്ക് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളായിരിക്കും. ഇത് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്ടീസ്, അത്രേ ഉള്ളൂ. മാത്സ് എപ്പോഴും പ്രാക്ടീസ് അതിൻ്റെ അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നമ്മൾ അത്രയും ഇക്വേഷൻ ഉപയോഗിക്കാണ്ട് ഉത്തരങ്ങൾ കണ്ടെത്താം, ഇല്ല ഞാൻ വാദിക്കുന്നില്ല. പക്ഷേ പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ റീസണിങ് പാർട്ട്, നമ്മൾ ഈ റീസണിങ് പാർട്ട് കൂടുതലും നമ്മൾ ലോജിക്ക് ഉപയോഗിച്ചിട്ട് പ്രാക്ടീസ് മാത്രമേ നമുക്ക് സ്പീഡിലെത്താൻ പറ്റുള്ളൂ. മാക്സിമം ക്വസ്റ്റ്യൻ കിട്ടുന്നത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നമുക്കിവിടെ ഞാൻ വീണ്ടും ഒരിക്കലും പറയാം. നമുക്കിവിടെ റിലേഷൻ കണ്ടെത്തുന്നതാണ്. ഈ ഒരു സംഖ്യയുടെ റിലേഷൻ കണ്ടെത്താം, ഇവിടെ രണ്ടാമത്തെ റിലേഷൻ കണ്ടെത്താം. വേറെ ഓപ്ഷനിലല്ലോ കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഞാനിവിടെ 1-ൽ നിന്ന് 5 4 ഡിഫറൻസ് ഉണ്ടല്ലേ, 4 വ്യത്യാസമാണുള്ളത്. അപ്പോൾ 1-ൽ നിന്ന് ഞാൻ 4 കൂട്ടി കഴിഞ്ഞാൽ എനിക്ക് 5 കിട്ടുമെന്ന് അറിയാം അല്ലേ. അപ്പോൾ ഇവിടെ എന്തോ ഇൻറ്റു ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കണം. അത് 1 ആയിരിക്കണം 5 കിട്ടിയത് അല്ലേ. അപ്പോൾ ഞാൻ ഇവിടുത്തെ വ്യത്യാസം നോക്കി. ഇവിടെ ഞാൻ 66-നെ ഞാൻ അതുപോലെ 4 കൊണ്ട് കൂട്ടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് 70 കിട്ടി. അപ്പോൾ 70 × 4 എനിക്ക് 250 എന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡ് എന്തായിരിക്കണം, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഞാൻ 5+4 എടുത്തു, ഇതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് എത്ര ഉത്തരം കിട്ടി, 18 കിട്ടി. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്പർ, ഇത് സെക്കൻഡ് നമ്പർ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത 18+4 ഗുണം 3 കിട്ടി. ഇവിടെ എനിക്ക് 66 കിട്ടി അല്ലേ. ഇത് നമ്മളിവിടെ കണ്ടുപിടിച്ചല്ലോ, ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ കണ്ടെത്താം. പ്രാക്ടീസ് ചെയ്യുക കേട്ടോ, അത്ര പറയാനുള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ABC കോമറ്റുണ്ട്, അതായത് ഇതുവരെ ഒരൊറ്റ പാർട്ടാണെന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത സീരീസ് തുടങ്ങും CDE, അതും ഒരു പാർട്ടാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യചിഹ്നമാണ് അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം ഈ ക്വസ്റ്റ്യൻ സിമ്പിളിൽ എന്താണ് വരിക എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും 3 ലെറ്റർ വരുന്ന ഒരു പെയറാണെന്ന് നമുക്ക് മനസ്സിലായി. ABC, ആ ABC കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിൽ അടുത്ത ലെറ്റർ തുടങ്ങിയത് സിയിലാണ് തുടങ്ങിയത്, അത് അവസാന ലെറ്ററിൽ നിന്നും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ CDE കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പോയിട്ടുണ്ട്. അപ്പോൾ സീരീസ് തുടങ്ങുന്നത് എങ്ങനെയാണ്, ഈ 3 ലെറ്റർ ഒരു പെയറായിട്ട് അവരെടുത്തിട്ടുണ്ട് അല്ലേ. ആ അവസാനത്തെ ലെറ്ററിൽ നിന്ന് വീണ്ടും അടുത്ത പെയർ തുടങ്ങിയിട്ടുണ്ട്, വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് 3 ലെറ്റർ പോയിട്ടുണ്ട്. വീണ്ടും അപ്പോൾ അവസാനത്തെ ലെറ്റർ എന്നല്ലേ എടുക്കുള്ളൂ. അപ്പോൾ ഓപ്ഷൻ എയോ സിയോ ആയിരിക്കും, ഡിയും ആയിരിക്കും, അപ്പോൾ ബി ആയിരിക്കില്ല, അത് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇയിൽ തുടങ്ങുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകണ്ടേ. ഇ കഴിഞ്ഞാൽ എഫ്, പിന്നെ ജി വരും അല്ലേ. EFG എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏതാണ്, എ ആണ് ഓപ്ഷൻ, ശരിയായ ഓപ്ഷൻ. അപ്പോൾ ഇവിടെ EFG എന്ന് വന്നു, കുഴപ്പമില്ലല്ലോ. EFG എന്ന് പറഞ്ഞു. ഇവിടെ GHI എന്ന് വന്നു.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കി ഇവിടുത്തെ കണ്ടെത്താൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കണ്ടെത്താം? ഇവിടെ I, J, K എന്നത് ഓക്കെ ആണല്ലോ. സിമ്പിൾ സീരീസ് അല്ലേ? അതായത് ഓരോ പെയറായിട്ട് അവർ സീരീസ് എഴുതിയിട്ടുണ്ട്. 3 ലെറ്റേഴ്സാണ് ഒരു പെയർ എടുത്തിട്ടുള്ളത്. ആ 3 ലെറ്റേഴ്സ് എങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അവസാനത്തെ ലെറ്ററിൽ നിന്നും അടുത്ത പെയർ അവർ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് 3 ലെറ്റർ, പിന്നെ അടുത്ത പെയറിൽ നിന്ന് വീണ്ടും തുടങ്ങി, വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് 3 ലെറ്റർ, ഇങ്ങനെ പോകുന്നില്ല. ഓക്കെ ആണല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യനാണ്, അധികം എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വീണ്ടും ലഘൂകരിക്കുക അല്ലേ? നമ്മളൊരിക്കൽ ഈ ക്വസ്റ്റ്യൻ തന്നെ ചെയ്തതാണ്. ബോർഡ് മാസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ബോർഡ് മാസ് ഉപയോഗിക്കുമ്പോൾ ആദ്യം എന്താണ് ബ്രേക്കറ്റ് ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ ബ്രേക്കറ്റ് ഇല്ല. അത് കഴിഞ്ഞ് എന്താണ് ഡിവൈഡ് ഉണ്ടെങ്കിൽ കണ്ടോ അതല്ലേ ഭാഗിക്കാനുണ്ടെങ്കിൽ എടുക്കുക. ഞാനത് ഭാഗിക്കാനുള്ളവരെടുത്തു. വീണ്ടും എന്താണ് പ്ലസ് ഉണ്ട് 5 - 2 അല്ലേ? ഇവിടെ ഈ 5 ഈ 10 കട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഇവിടെ 2 കിട്ടും. 2 × 4 പറഞ്ഞാൽ 8 കിട്ടും. 8 + 3 എന്ന് പറയുന്നത് എന്താണ്? 11 അല്ലേ? 11 ഓപ്ഷൻ ഇല്ല. ഇത് 10 പകരം ഇവിടെ 11 ആയിരുന്നെങ്കിൽ ഇതായിരിക്കും ഓപ്ഷൻ എ ആയിരിക്കും ശരി. അപ്പോൾ ഓപ്ഷനിലില്ല. നമുക്ക് ഇത് ഞാൻ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യണം ഒരിക്കൽ ഇവിടെ. അതായത് തന്നിരിക്കുന്ന ബോർഡ് മാസ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. നമുക്ക് കൂട്ടാനും കുറയ്ക്കാൻ അറിയാമെന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇത് മാത്രമേ ചോദ്യകർത്താവിൻ്റെ ഉദ്ദേശമുള്ളൂ അല്ലേ? ഇവിടെ 10 നമുക്കിവിടെ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ബ്രേക്കറ്റ് ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യണം. ഇവിടെ ബ്രേക്കറ്റ് ഇല്ല. അത് കഴിഞ്ഞ് എന്താണ് ഡിവിഷൻ നോക്കണം. എന്താണ് ഡിവൈഡ് ബൈ ഉണ്ടോ നോക്കണം, ഭാഗം ഉണ്ടോ നോക്കണം. ഭാഗം ഉണ്ട്. അപ്പോൾ 10 ഗുണം അടുത്ത ഭാഗം ഉണ്ടല്ലേ അല്ലേ? 4/5 അതല്ലേ? 4/5 ഞാൻ എഴുതി. ബാക്കി എന്താണ് പ്ലസ് ഇവിടെ 5 ഉണ്ട് -2 ഇതല്ലേ? ഈ 5 വെട്ടിപ്പോയി 2 കിട്ടി അല്ലേ? 2 × 4 പറഞ്ഞാൽ 8 8 അധികം 5 എന്ന് പറഞ്ഞതാണ് 13 13 - 2 പറഞ്ഞാൽ 11 അപ്പോൾ 11 ശരിയായ ഉത്തരം. ഓപ്ഷനില്ല. അപ്പോൾ വരുമ്പോൾ ഫൈനലിലേക്ക് വരുമ്പോൾ എന്താണ് ഇത് ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. DEHL ചോദ്യചിഹ്നം, അതായത് അടുത്ത ലെറ്റർ കണ്ടെത്തുകയാണ് നമ്മുടെ ചോദിച്ചിട്ടുള്ളത് അല്ലേ? DE നമ്പർ ഇട്ട് നോക്കാം. നമുക്ക് D കഴിഞ്ഞിട്ട് E, അതായത് ഒരു സ്ഥാനം മാറി ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു സ്ഥാനം F വരണം. അല്ല, F അല്ല വന്നിട്ടുള്ളത്, H ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ആ പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് നമ്പർ ഇട്ട് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. E എന്ന് പറഞ്ഞാൽ നമുക്ക് 5 ആണെന്ന് അറിയാം. H നമ്മളെന്താണ് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തപ്പോൾ 8 പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 8 ആണെന്ന് മനസ്സിലായി. L 12 എന്നറിയാം. കാരണം M-ൻ്റെ ഒരു സ്ഥാനം പിന്നിലോട്ടാണ്. M 13 ആണെങ്കിൽ L എന്നായിരിക്കും 12 ആയിരിക്കും. അപ്പോൾ നമ്പേഴ്സ് ഇട്ടല്ലോ. അപ്പോൾ 1, 5, 8, 12. ഈ 1 നിന്ന് 5 4 വ്യത്യാസമുണ്ട്. പിന്നെ 3 വ്യത്യാസമുണ്ട്. പിന്നെ എന്താണ് 14 വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻ നമുക്ക് കിട്ടുന്നില്ല അല്ലേ? പക്ഷേ ഇവിടെ ഇവിടെ 1 അല്ല 4 അല്ലേ? D 4 ആണെന്ന് നമുക്കറിയാം അല്ലേ? D 4 അടുത്ത ദിവസം നോക്കാം. DEHL അല്ലേ? അടുത്ത ലെറ്റർ കണ്ടെത്തുന്നതാണ് നമ്മുടെ ചോദ്യം അല്ലേ? തന്നിരിക്കുന്ന ഈ സീരീസിൽ അടുത്ത ലെറ്റർ കണ്ടെത്തുക. D എന്ന് പറയുന്നത് DEHL അടുത്ത ലെറ്റർ കണ്ടെത്തണം. ഇതല്ല നമ്മുടെ ചോദ്യം. D എന്ന് പറയുന്നത് നമുക്ക് 4 എന്ന് അറിയാം അല്ലേ? അപ്പോൾ അടുത്ത ലെറ്റർ 5. അപ്പോൾ 1 വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ? 1 ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 6 വരണം. 6 അല്ല വന്നിട്ടുള്ളത് അല്ല. അപ്പം നമുക്ക് H-ൻ്റെ വാല്യൂ നമുക്കറിയാം 8 ആണെന്നറിയാം. അപ്പോൾ ഇവിടെ എന്താണ് 3 കൂടിയിട്ടുണ്ട് അല്ലേ? ശരിയല്ലേ? ഇനി L എന്ന് പറഞ്ഞാൽ 12 ആണെന്നറിയാം. M-ൻ്റെ പിന്നിലോട്ടല്ലേ? M 13 ആണെങ്കിൽ L 12 ആണെന്നറിയാം. അപ്പോൾ ഇവിടെ എത്രയാണ്? 4 കൂടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇവിടെ നിന്ന് 2 പിന്നെ 1 അങ്ങനെ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു റിലേഷൻ കിട്ടത്തില്ല. ഇത് 4 ആണെന്നറിയാം, ഇത് 5 ആണെന്നറിയാം, ഇത് 8 ആണെന്നറിയാം, ഇത് 12 അറിയില്ലേ? നമുക്ക് ഇവിടെ 4, 8 ഒരു റിലേഷൻ കിട്ടിയില്ലേ? 4 നിന്നും 8 കൂടുതലാണ്. അപ്പോൾ 1 ഇടവിട്ടുള്ള സീരീസ് ആണെന്ന് നമുക്ക് കിട്ടുന്നുണ്ടല്ലേ അല്ലേ? അല്ലാതെ വേറെ റിലേഷൻ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ 4ഉം 8ഉം അത് കഴിഞ്ഞ് എന്താണ് 1 12 ആവാം, അല്ലെങ്കിൽ 16 ആവാം അല്ലേ? 1 12 ആവും, അല്ല 16 ആവാം. 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്ട? L ആണെന്നറിയാം. അത് ഓപ്ഷനിലും ഇല്ല. ഇത് ഇവിടെ L കിടപ്പുണ്ട്, അങ്ങനെ വരാൻ ചാൻസും ഇല്ല അല്ലേ? പിന്നെ ചാൻസ് ഉള്ള എന്താണ് 12. ഇതെങ്ങനെ എനിക്ക് 12 16 കിട്ടി? 4 വീണ്ടും 4 കൂട്ടി 8. ഒന്ന് ഇവർ 4 കൂട്ടിയിട്ടുണ്ടാവും 8 12 അല്ലേ? അല്ലെങ്കിൽ ഇവർ 4ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 8 ആണ്. അങ്ങനെ എടുത്തൂടെ? 4 + 4 എന്ന് പറഞ്ഞത് 8 ആണെന്നറിയാം അല്ലേ? അല്ലാതെ 4ൻ്റെ ഇരട്ടി എടുത്തൂടെ? 8. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തത് 8ൻ്റെ ഇരട്ടിയല്ലേ എടുക്കുക?
അപ്പോൾ എന്താണ് 16. ഇനി 4ൻ്റെ പ്ലസ് എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തതായിരിക്കും 12 ആയിരിക്കും അല്ലേ. അപ്പോൾ എനിക്കറിയാം ഒന്നി 12 ആവാം അല്ലെങ്കിൽ 16 ആവാം. ഇപ്പോൾ 12 എന്ന് പറഞ്ഞ ഓപ്ഷനിലും ഇല്ല, 12 എല്ലാണ്, അത് ഓപ്ഷനും ഇല്ല. 16 പറഞ്ഞ പി ആണ്, അത് ഓപ്ഷനിൽ ഉണ്ടെന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ ആണോ? അതായത് നമുക്ക് തന്നിരിക്കുന്ന സീരീസ് എന്താണ്? DEHL എന്നല്ലേ അല്ലേ. ഞാൻ നമ്പർ ഇട്ട് നോക്കി 4, അല്ലാതെ ഒരു റിലേഷൻ കിട്ടുന്നില്ല എനിക്ക്. നമ്പർ ഇടാണ്ട് എനിക്ക് കണ്ടെത്താൻ പറ്റിയ ഈസി സീരീസും അല്ല. അപ്പോൾ ഞാൻ നമ്പർ ഇട്ടു 5, 8, 12 നമ്പർ ഇട്ടു. ഓക്കെ ആണ്, ഇത്രയും ഓക്കെ ആണല്ലോ അല്ലേ. ഈ റിലേഷൻ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഒരു റിലേഷൻ കിട്ടുന്നില്ല, നേരിട്ട് ഒരു റിലേഷൻ കിട്ടുന്നില്ല. പക്ഷേ ഇവിടെ 4ഉം 8ഉം ഒരു കണക്ഷൻ എനിക്ക് കിട്ടുന്നുണ്ട് അല്ലേ. 4ൻ്റെ ഇരട്ടിയാണ് 8 എന്ന് മനസ്സിലായി അല്ലെ. 4 ഗുണം 2 എന്ന് പറഞ്ഞത് 8 ആണ്. അപ്പോൾ അത് അടുത്ത് കഴിഞ്ഞ് ഒന്നേ എനിക്ക് 4 ഇവിടെ കൂട്ടി പോകണം, അല്ലെങ്കിൽ 8ൻ്റെ ഇരട്ടി ആയിരിക്കും. അതായത് 4 കൂട്ടി പോകുകയാണെങ്കിൽ 12 എന്ന് കിട്ടും, 8ൻ്റെ ഇരട്ടിയാണെങ്കിൽ 16 എന്ന് കിട്ടും. ഇത്രയും ഓക്കെ ആണോ? അടുത്ത സീരീസ് ഇങ്ങനെ പോകുമെന്ന് മനസ്സിലായി. 4 7 കൂട്ടുമ്പോൾ 12, അടുത്ത് വീണ്ടും 7 കൂട്ടുമ്പോൾ എത്രയായിരിക്കും? 19. അങ്ങനെ പോകുമായിരിക്കാം. അപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ടതാണ് ഈ ഒരു എല്ല് കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ 1 12 1 16 ആവും. 12 കൊണ്ട് എല്ലാണ്, ഓപ്ഷനിലില്ല. 16 പി ആണ്, അപ്പോൾ ഓപ്ഷനിലുണ്ട്. ഓക്കെ ആണോ? നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഡോർ വുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗസ് എങ്ങനെയായിരിക്കും? ഇവിടെ ഈ തന്നിരിക്കുന്ന ഈ സാധനമല്ലേ, അതായത് ഇതേ റിലേഷൻ ഉപയോഗിച്ച് ഇവിടെ അടുത്ത് എന്താ വരാതെ കണ്ടെത്തണം. സിമ്പിളാണ്, റീസണിങ്ങിൽ വരുന്ന ക്വസ്റ്റ്യൻസുമാണ്. ഇവിടെ നോക്കുക, ഡോർ അല്ലേ. ഡോർ കൊണ്ട് എന്ന് പറഞ്ഞാൽ തടി കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഡോർ എന്ന് പറഞ്ഞത്. അതായത് ഈ ഡോർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്, മെറ്റീരിയലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അല്ല ഡോർ എവിടെ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നില്ല, ഡോറിൻ്റെ യൂസ് ഒന്നും പറയുന്നില്ല. ഈ ഡോറ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, അതായത് ഡോറ് എന്തുകൊണ്ടുണ്ടാക്കുന്നതാണ്? തടി കൊണ്ടുണ്ടാക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വീട് എന്തുകൊണ്ടുണ്ടാക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഓപ്ഷൻ പെന്ന് കൊണ്ടാണോ? അല്ല. പെൻസിൽ കൊണ്ട് ആണോ? അല്ല. വിൻഡോ ഒരു ഭാഗമാണല്ലേ, വീടിൻ്റെ ഒരു ഭാഗമാണ് വിൻഡോ, പക്ഷെ വീട് ഉണ്ടാക്കുന്നത് വിൻഡോ കൊണ്ടല്ല. അപ്പോൾ ബാക്കി എന്താ ഓപ്ഷൻ വരിക? ഡി ഓപ്ഷനേ വരുള്ളൂ. ഇവിടെ ഡൗട്ട് വന്നാൽ വിൻഡോ മാത്രമേ ഡൗട്ട് വരുള്ളൂ. ഈ പെന്നും പെൻസിലും എന്തായാലും വരില്ല അല്ലേ. ഇവിടെ നോക്കിയാൽ ഡോറ് അല്ലേ, ഡോറ് വുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തടിയാണ് അല്ലേ. ഈ തടി കൊണ്ട് നിർമ്മിക്കുന്നതാണ് ഡോറല്ലേ. അപ്പോൾ അതിൻ്റെ മെറ്റീരിയലാണ് അതിൻ്റെ ചോദിച്ചിട്ടുള്ളത് നമുക്ക്. അപ്പോൾ എന്തുകൊണ്ടുണ്ടാക്കുന്നത്? അപ്പോൾ ഹൗസ് എന്ന് പറയുമ്പോൾ എന്താണ്? സിമെൻ്റാണ്. ഓക്കെ ആണല്ലോ അല്ലേ. അടുത്ത ദിവസം നോക്കാം. വ്യത്യസ്തമായ കണ്ടെത്തുക. താഴെ 4 ഓപ്ഷനുണ്ട്, ഒരു ഓപ്ഷൻ വ്യത്യസ്തമായിരിക്കും, അത് കണ്ടെത്തിയാൽ മതി അല്ലേ. അപ്പോൾ എല്ലാം നമ്പേഴ്സാണ്. അപ്പോൾ നമുക്കറിയാം നമ്പേഴ്സിൻ്റെ കാറ്റഗറി ഉണ്ട്, ടൈപ്സ് ഉണ്ട്. അപ്പോൾ നമ്പേഴ്സിനെ പഠിക്കണമെങ്കിൽ ഈ ഒരു കുഞ്ഞു ക്ലാസ്സിലൊന്നും പോലെ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഇതിന് പറയാൻ പറ്റുന്നത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ബാക്കി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിന് വരും പോലെ നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. ഓക്കെ ആണല്ലോ. അപ്പോൾ 88 ഫസ്റ്റ് ഓപ്ഷൻ, 95 ഉണ്ട്, 61 ഉണ്ട്, 73 ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവേണ്ടതെന്ന് അറിയാം, ഏതെങ്കിലും നമ്പേഴ്സ് സ്ക്വയറിൻ്റെ രൂപത്തിലുണ്ടോ എന്ന് അറിയാം. എന്താണ് സ്ക്വയർ എന്ന് പറയുന്നത്? ഇപ്പോൾ 2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 ആണെന്ന് അറിയാം. അപ്പോൾ 4 എന്നൊരു ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതൊരു സ്ക്വയർ ആണെന്ന് മനസ്സിലാവും അല്ലേ. അങ്ങനെയാണെങ്കിൽ 4ൻ്റെ സ്ക്വയർ എത്രയായിരിക്കും? 16 ആണ്. അങ്ങനെ ഓപ്ഷനിൽ 16 ഉണ്ടെങ്കിൽ അത് 4ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഒന്നുമില്ല. പിന്നെ അടുത്ത് നോക്കേണ്ടതെന്ന് അറിയോ? ഇരട്ട സംഖ്യയും ഒറ്റ സംഖ്യ എന്താ ഉണ്ടോ നോക്കുക. ഇരട്ട സംഖ്യ ഒറ്റ സംഖ്യ എന്താണ്? നമുക്ക് ഏതൊരു സംഖ്യയും 2 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ എനിക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടും അല്ലേ. അതായത് 1 2 2 2 2 4, അതായത് പൂർണ്ണമായിട്ട് ഇത് ഭാഗിച്ച് പോയി അല്ലേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അത് പൂർണ്ണമായിട്ട് ഭാഗിച്ച് പോകുന്ന സംഖ്യയാണെങ്കിൽ ആ സംഖ്യ ഞാൻ ഇരട്ട സംഖ്യ എന്ന് വിളിക്കും. സംശയമൊന്നുമില്ലല്ലോ. ഒന്നുമില്ലടാ, ഒരു സംഖ്യ ഞാൻ 2 കൊണ്ട് വായിക്കുന്നു, പൂർണ്ണമായിട്ട് അത് ധരിച്ച് പോവുകയാണെങ്കിൽ ഞാൻ ഇരട്ട സംഖ്യ എന്ന് വിളിക്കും. അല്ല, പൂർണ്ണമായിട്ട് വായിച്ച് പോയില്ല, ഞാൻ 5നെ ഞാൻ എടുക്കുന്നു, 5നെ 2 കൊണ്ട് വായിക്കുന്നു, എനിക്ക് എന്താ 2.5 എന്ന് കിട്ടും അല്ലേ. 2 തൊട്ടേ പോകുള്ളൂ, 4 പിന്നെ സിസ്റ്റം വരും അല്ലേ. അങ്ങനെ കണ്ടെത്തുന്നതാണ്. അപ്പോൾ 2.5 ഇത് പൂർണ്ണമായിട്ട് പോയോ? അല്ല, പൂർണ്ണമായിട്ട് പോയില്ല, പോയിന്റ് വന്നു അല്ല. അപ്പോൾ പൂർണ്ണസംഖ്യ അല്ല. അപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല 5നെ. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് സംഖ്യ, അതായത് ഈ 5 എന്ന സംഖ്യയെ ഞാൻ ഒറ്റ സംഖ്യ എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ മനസ്സിലായാലും എന്താണെന്ന്. 2 കൊണ്ട് വായിച്ച് പൂർണ്ണമായിട്ട് പോകുകയാണെങ്കിൽ അതെന്താണ്? ഇരട്ട സംഖ്യയാണ്. അപ്പോൾ അല്ലെങ്കിൽ അതെങ്ങനെ കണ്ടെത്താം നമുക്ക്? ഈ അവസാന ലെറ്റർ അല്ലേ, 2ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 2 4
6, 8, 0. ഇത് അവസാന ലെറ്റർ ആണെങ്കിൽ എന്തായാലും 2 കൊണ്ട് വായിക്കാൻ പറ്റൂല. അതായത് അവസാനത്തെ ലെറ്റർ 2, 4, 6, 8, 0 ഇതാണെങ്കിൽ 2 കൊണ്ട് പൂർണ്ണമായിട്ട് വായിക്കാമെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ആണോ? അപ്പോൾ ഞാൻ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഞാൻ ഒറ്റ സംഖ്യയാണ് ഇരട്ട സംഖ്യ ഉണ്ടോ എന്ന് നോക്കുന്നു. ഇത് നോക്കണം, 8 ഇത് 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഭാഗിച്ച് പോകുന്നു മനസ്സിലായി. അപ്പോൾ ഇതൊരു ഇരട്ട സംഖ്യയാണ്. ഇത് പോവും? അല്ല, ഇത് ഒറ്റ സംഖ്യയാണ്. അവസാനം 5 വന്നു, ഇത് ഒരു ഒറ്റ സംഖ്യയാണ്. അവസാനം 3 വന്നു, ഇത് ഒരു ഒറ്റ സംഖ്യയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ബാക്കി 3 ഓപ്ഷനും ഒറ്റ സംഖ്യയാണ്. ഓപ്ഷൻ എ മാത്രം എന്താണ് ഇരട്ട സംഖ്യ എന്ന് മനസ്സിലായല്ലോ. എങ്ങനെ കണ്ടെത്തേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇത് ഒരു രീതി കേട്ടോ. ചിലപ്പോൾ എല്ലാ ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യ തന്നെ തരണമെന്നില്ല. ചിലപ്പോൾ സ്ക്വയർ ആയിരിക്കും, ചിലപ്പോൾ ക്യൂബ് ആയിരിക്കും, ഇനി നമ്പേഴ്സിന് ഒരു ടൈപ്പ് ആയിരിക്കും. അത് ഓരോ ക്ലാസ്സിലാകുമ്പോൾ നമുക്ക് ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് പോകാം. ഇപ്പോൾ നമ്മൾ ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ പഠിച്ചില്ലേ. അപ്പോൾ എന്താണ് ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞത്? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 കൊണ്ട് പൂർണ്ണമായിട്ട്. ഇപ്പോൾ 88 അല്ലേ, ഞാൻ 2 കൊണ്ട് വായിക്കുന്നു. എനിക്കത് 44 കിട്ടില്ലേ? പൂർണ്ണമായിട്ട് വായിച്ചില്ലേ? പോയിന്റ് ഒന്നും വന്നില്ലല്ലോ, പൂർണ്ണമായിട്ട് അത് പോയില്ലേ അല്ലേ? സിസ്റ്റം ഒന്നും വന്നില്ലല്ലോ. അങ്ങനെ പൂർണ്ണമായിട്ട് പോയാൽ അത് ഞാൻ ഇരട്ട സംഖ്യയായിരിക്കും. ഇനി 61 ഞാൻ വായിച്ചു നോക്കട്ടെ, എന്താ എനിക്ക് കിട്ടുക? 2 കൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ 30 പോയിന്റ് വരില്ലേ? പൂർണ്ണമായിട്ട് പോകില്ലല്ലോ. ഇല്ല, 95 വായിച്ചാൽ അത് തന്നെ സ്ഥിതി, 73 വായിച്ചാൽ സ്ഥിതി അത് തന്നെയാണ്. അപ്പോൾ എന്താണ് ഇരട്ടയും എന്താണ് ഒറ്റ സംഖ്യ മനസ്സിലായല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വീണ്ടും ഒരു സീരീസ് ആണ്. 12, 14, 16 നമുക്ക് മനസ്സിലായല്ലോ. 2 കൊണ്ട് കൂട്ടി, വീണ്ടും 2 കൊണ്ട് കൂട്ടി, അങ്ങനെയാണെങ്കിൽ വീണ്ടും അടുത്ത് എന്താണ്? 2 കൊണ്ട് കൂട്ടണം. 18 ആയിരിക്കും ഓപ്ഷൻ. സിമ്പിൾ അല്ലേ? അല്ലേ, 12 നിന്ന് 14 വന്നു, 2 കൊണ്ട് കൂട്ടി അല്ലേ, പ്ലസ് 2. വീണ്ടും അടുത്തെന്താണ്? 16 വന്നു, അപ്പോൾ പ്ലസ് എന്താണ്? 2. സിമ്പിൾ അല്ലേ? വീണ്ടും പ്ലസ് 2 വരുമ്പോൾ എന്താണ്? 18 വരും. അപ്പോൾ ഓപ്ഷൻ സി ആണ് സിമ്പിളായിരുന്ന ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. അടുത്ത് -12 നിന്നും -10 കുറയ്ക്കുക. വെറും കുറയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ അല്ലേ. പിന്നെ ഇവിടെ എന്താണ് പ്രസക്തി? ഈ മൈനസ് ആണല്ലേ. മൈനസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് കാണിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടവർക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യനുള്ള പ്രസക്തി ഉള്ളൂ. അല്ലാതെ ഇതിപ്പോൾ കൂട്ടാൻ കുറയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എന്താണ് മൈനസ് പ്ലസും തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് ഞാൻ ഇവിടെ ഓപ്പറേഷൻ എഴുതി പോവാണ്. മൈനസും പ്ലസും, പിന്നെ പ്ലസും മൈനസും. മൈനസും വന്നാൽ, അതായത് ഇവിടെ ഒരു സംഖ്യ തന്നിട്ടുണ്ട് നമുക്ക്. ഇവിടെ ഒരു സംഖ്യയുണ്ട്, ഇവിടെ ഒരു സംഖ്യയുണ്ട്, ഇവിടെ ഒരു സംഖ്യയുണ്ട്. 2 മൈനസാണ്. ഇത് അതിൻ്റെ ഓപ്പറേഷനാണ് കേട്ടോ ഞാൻ സെൻറ്ററിൽ എഴുതുന്നത്. മൈനസും പ്ലസും ഓപ്പറേഷനാണ്. ഇവിടെ മൈനസും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? അതായത് മൈനസ് പ്ലസ് ചെയ്യാൻ വന്നു, വീണ്ടും ഒരു മൈനസ് സംഖ്യ പ്ലസ് ഒരു മൈനസ് സംഖ്യ വന്നു കഴിഞ്ഞാൽ ആദ്യം അവ തമ്മിൽ കൂട്ടും. ഓക്കെ ആണല്ലോ. 2 മൈനസ് വന്നു കഴിഞ്ഞാൽ അവ തമ്മിൽ കൂട്ടും. കൂട്ടി ഒരു സംഖ്യ കിട്ടുമല്ലോ എനിക്ക്. ഞാൻ അതിന് എക്സ് എന്നോ വൈ എന്നോ എന്താണെന്ന് ഇട്ടോട്ടെ. ഒരു സംഖ്യ കിട്ടുമല്ലോ. മൈനസ് പ്ലസ് മൈനസ് വന്നു കഴിഞ്ഞാൽ 2 സംഖ്യ തമ്മിൽ ഞാൻ കൂട്ടും. കുഴപ്പമൊന്നുമില്ലല്ലോ. കൂട്ടിക്കഴിഞ്ഞ് എനിക്ക് ചിഹ്നം ഇടണമല്ലോ, ഒരു സിമ്പിൾ എന്താ ഇടണമല്ലോ. കൂട്ടിക്കഴിഞ്ഞ് ഞാൻ എന്താണ്? മൈനസ് ഇടും. 2 മൈനസ് സംഖ്യ നമ്മൾ കൂട്ടാൻ വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ നോർമൽ കൂട്ടുമ്പോൾ കൂട്ടും. ചിഹ്നം എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ഇനി ഇതേ സാധനം തന്നെ മൈനസ് പ്ലസ് പ്ലസ് വന്ന ഓക്കെ ആണല്ലോ. ഇവിടെ സെൻറ്ററിൽ പ്ലസ് ആണ്. ഒരു മൈനസ് സംഖ്യയും ഒരു പ്ലസ് സംഖ്യയും തന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് കുറയ്ക്കും. ഇതിനെ എന്താണ്? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കും. അതായത് പ്ലസിൽ നിന്ന് മൈനസ് കുറച്ച് ഏതാണോ വലുതിൻ്റെ ചിഹ്നം അത് ഞാൻ ഇടും. ഓക്കെ ആണല്ലോ. ഒരു പ്ലസും ഒരു മൈനസും പ്ലസും വന്നു, ഓപ്പറേഷൻ പ്ലസ് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് ഏതാണോ വലുതിൻ്റെ ചിഹ്നം അത് ഞാൻ ഇടും. അത് ഓക്കെ ആണല്ലോ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ അത് ഓക്കെ ആവും. അത് കഴിഞ്ഞ് ഇവിടെ മൈനസ് പ്ലസ് മൈനസ് ഒന്ന്, മൈനസ് പ്ലസ് ഒന്ന്, ഇവിടെ പ്ലസ്, ഇവിടെയും പ്ലസ്, ഇവിടെയും പ്ലസ്. ഒന്നും ചിന്തിക്കേണ്ട, കൂട്ടി ചിഹ്നം ഒന്നും വേണ്ട, പ്ലസ് ആണ് നമുക്കറിയാം, കൂട്ടി എഴുതുക. അപ്പോൾ കൺഫ്യൂഷൻ വരേണ്ടത് ഇവിടെയും മാത്രമാണല്ലോ അല്ലേ. അതായത് ഒരു -2 വന്നു, ഇടയ്ക്ക് പ്ലസ് വന്നു, ഒരു -3 വന്നു അല്ലേ. ഈ ചോദ്യം ചെയ്യേണ്ടത് ഈ 2 മൈനസ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? മൈനസ് കൂട്ടുക. കൂട്ടുമ്പോൾ എനിക്ക് 5 കിട്ടില്ലേ. 2ലും മൈനസ് അല്ലേ, അപ്പോൾ മൈനസിൻ്റെ ഉണ്ടാവും, -5 കിട്ടും. ഓക്കെ ആണോ? ഓക്കെ അല്ലേ. ഇനി -3 പ്ലസ് -3 എത്ര കിട്ടും? -5 പ്ലസ് -3. 5 + 3 എത്രയാണ്? 8 എന്ന് കിട്ടും. സിമ്പിൾ എന്തായിട്ട് ഞാൻ മൈനസ് ഇടും.
ഓക്കെ ആണല്ലോ, ഇത് ഓക്കെ ആണല്ലോ. ഇനി അടുത്തെന്താണ് മൈനസും പ്ലസും കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് -5 പ്ലസ് പ്ലസ് ഇവിടെ 3 വന്നു. ഈ പ്ലസ് എനിക്ക് ഇടണമെന്ന് നിർബന്ധമല്ല കേട്ടോ, കാരണം പ്ലസ് ഇട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ പ്ലസ് ഉണ്ടെന്ന് തന്നെയാണ്. അപ്പം ഇവിടെ എനിക്ക് ഞാൻ വെറുതെ 3 എഴുതിയാൽ എൻ്റെ അടുത്താണ് അവിടെ പ്ലസ് എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഒരു മൈനസ് ഇവിടെ ഒരു പ്ലസും വന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, കുറയ്ക്കും അല്ലേ. കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും എനിക്ക്, -2 കിട്ടും. 2 കിട്ടും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ വലുതിൻ്റെ ചിഹ്നം എന്താണ്, മൈനസ്. ഞാൻ ആ മൈനസ് ഇവിടെ ഇട്ട് കൊടുക്കും. ഓക്കെ ആണോ. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന് എന്താണ് ചിഹ്നം അത് ഞാൻ കൊടുക്കും. ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് ആണെങ്കിലോ ഞാൻ മാറ്റിയത്, ഇവിടെ +5, ഇവിടെ +5 -3 ഇങ്ങനെ ആയിരുന്നെങ്കിലും ഇവിടെ ഒരു പ്ലസ് ഉണ്ടെന്ന് മനസ്സിലാക്കട്ടെ. അവിടെ ഒരു പ്ലസ് ഓപ്പറേഷൻ ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യാം, കുറയ്ക്കുമ്പോൾ എന്താണ്, വീണ്ടും 2 കിട്ടും. വലുതിൻ്റെ ചിഹ്നം എന്താണ്, പ്ലസ്. അപ്പം +2 എന്നായിരിക്കും. ഇതിന് ഓക്കെയാണോ. ഇനി മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ, മൈനസും. ഇനി +2 ബ്രേക്കറ്റിൽ ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ 3 കൊണ്ടുവരും. ഇത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക, ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇത് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ ഇത് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയുന്നതാണ്. ഇങ്ങനെ ഞാൻ ഒരു ബ്രേക്കറ്റ് ഇടയിലിട്ട് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ ഒന്നുമില്ല. ഈ ബ്രേക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഓപ്പറേഷൻ ഗുണനം എന്നാണെന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ 1+, ഇവിടെ 2 ഗുണം 3 എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ഉത്തരം എത്ര കിട്ടും, ഇവിടെ ഞാൻ 1+2 ബ്രേക്കറ്റിൽ 3 ഇട്ട, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 അധികം 2 ഗുണം 3. ഇതിൻ്റെ ഉത്തരം എത്ര കിട്ടും എനിക്ക്, 1+2 ഗുണം 3 6 കിട്ടും. ഇപ്പോൾ 7 കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ബ്രേക്കറ്റിൻ്റെ ഉദ്ദേശം മനസ്സിലായല്ലോ, ഇവിടെ ഇൻറ്റു എന്നാണ് അർത്ഥം. ഓക്കെ ആണല്ലോ. ഇനി -2 -1, അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് -2 ഗുണം -1 എന്നല്ലേ, സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ മൈനസ് നമ്മളിപ്പോൾ പ്ലസും മൈനസും പറഞ്ഞല്ലേ, അപ്പോൾ ഗുണനം കൂടെ പറയണം. മൈനസ് ഗുണം മൈനസ് വന്നു കഴിഞ്ഞാൽ എന്താവും, പോസിറ്റീവായിരിക്കും ഉത്തരം. ഇനി മൈനസ് ഗുണം പ്ലസ് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവായിരിക്കും ഉത്തരം. വേറെ ഒന്നും വരാനില്ലല്ലോ. പ്ലസ് ഗുണം എന്താണ്, പോസിറ്റീവ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടല്ലേ മാറുള്ളൂ. അപ്പോൾ മൈനസ് ഗുണം മൈനസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതായത് 2 തന്നെ ആയിരിക്കും ഉത്തരം. ഇനി ഇവിടെ നേരെ തിരിച്ചാണെങ്കിലോ, ഇവിടെ പ്ലസ് ആയിരുന്നു കിടന്നു അല്ലേ. അപ്പോൾ 2 ഗുണം -3 എന്നല്ലേ വരുള്ളൂ ഇവിടെ അല്ലേ. അപ്പോൾ മൈനസും പ്ലസും വന്നു. അപ്പോൾ എന്തായിരിക്കും, മൈനസ് ആയിരിക്കും. -2. ഇത്രയും ഓക്കെ ആണല്ലോ. നമുക്ക് ചോദ്യത്തിലോട്ട് പോകാം. ഇവിടെ നമ്മൾ ചോദിച്ചാൽ -12 നിന്നും -10 കുറയ്ക്കുക എന്നാണ് അല്ലേ. അപ്പം -12 നിന്ന് എത്ര കുറയ്ക്കണം എനിക്ക്, -10 കുറയ്ക്കണം. ഇപ്പോൾ ഓക്കെ ആണോ, ഇത്രയും ഓക്കെ ആണോ. ഇവിടെ എനിക്കെന്താണ് കുറയ്ക്കണം, ഇവിടെ എന്താണ് വീണ്ടും മൈനസാണ്. അപ്പോൾ -12 ഞാൻ അതുപോലെ എഴുതി. ഈ മൈനസ് ഇൻറ്റു അല്ലേ. മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ +10 എന്നാവും. ബ്രേക്കറ്റ് മാറ്റുമ്പോൾ അപ്പോൾ ഉത്തരം എന്തായിട്ടും 12 മൈനസ് +10 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കുറയ്ക്കും. എന്നിട്ട് വലതിൻ്റെ ചിഹ്നം ഇടും. അപ്പോൾ -2 എന്നെനിക്ക് ഉത്തരം കിട്ടും. ഓക്കെ ആണോ. ശ്രദ്ധിക്കണേ, ഇത് അല്പം തെറ്റി കഴിഞ്ഞാലും എവിടെയെങ്കിലും മളിക ഉത്തരത്തിൽ മാറും. അപ്പോൾ വേറെ ഏതെങ്കിലും ഉത്തരം കിട്ടിപ്പോകും. ഓക്കെ, അത്രേ ഉള്ളൂ. നമുക്ക് -12 നിന്നും എന്താണ് -10 കുറയ്ക്കേണ്ടത്. ഞാൻ അവിടെ -10 ഇട്ടു. ഈ മൈനസ് അവിടെ ഇട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, -12 അവിടെ ഉണ്ട്. നിങ്ങൾ മൈനസ് അവിടെ 10 ഇട്ടു അല്ലേ. ഇത്ര കിട്ടും. നമുക്ക് -12 എന്താണ്, നമ്മൾ കൂട്ടിയിട്ട് വലുതിൻ്റെ 22. നമ്മളെ ഭാഗ്യത്തിനുള്ള ഓപ്ഷനിൽ -22 ഇല്ല. എന്നിരുന്നാലും അങ്ങനെയല്ല നമ്മൾ എത്തുക. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടതാണ് -12 അല്ലേ. അതിൽ നിന്ന് എത്രയാണ് കുറയ്ക്കേണ്ടത്, -10 കുറയ്ക്കേണ്ടത്. അത് നമ്മളിങ്ങനെ എഴുതി അല്ലേ. അപ്പോൾ -12 ഈ മൈനസ് ഉള്ളിലോട്ട് കൊടുക്കുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറയുന്നതാണ് പ്ലസ് ആവും. അപ്പോൾ 10 ഞാൻ അവിടെ എഴുതി. അപ്പോൾ 12 മൈനസ് ഉണ്ട്, 10 ഉണ്ട്. അപ്പോൾ എന്താണ്, വലുതിൽ നിന്ന് ചെറുത് കൊടുത്തിട്ട് വലുതിൻ്റെ ചിഹ്നമാണ് ഇടുന്നത് അല്ലേ. അപ്പോൾ -10 2 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ശരിയാക്കുക. ഓക്കെ ആണല്ലോ അല്ലേ.